ഈ പഞ്ചാബിലെ ഖനൌരിയിൽ നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിനോട് പറഞ്ഞിരുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കർഷക സമരം അവിടെ വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ ബന്ദായിരുന്നു. പഞ്ചാബ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 163 ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും പക്ഷേ നമ്മുടെ കർഷകർ ഇപ്പോഴും സമരമുഖത്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ജീവിതത്തിൽ മാത്രം ഒരു നല്ല കാലം വരുന്നില്ല സർക്കാരിൻ്റെ മോശം നയങ്ങൾ കാരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടമുളവാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ആഹാരം നൽകുന്ന മനുഷ്യർ പുതുവർഷത്തിലും സമരമുഖത്ത് നിൽക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ജനുവരി 3 ഒരു ആദ്യഘട്ട ചർച്ച നടക്കുന്നുണ്ട്. അതിൽ പരിഹാരം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷ്ണു നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് വിഷ്ണു വരുന്നത്. വിഷ്ണു, ഈ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനുള്ളിൽ മാറ്റണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് സർക്കാരിന്റെ നടപടി എങ്ങനെയാണ്? ഒപ്പം തന്നെ കർഷക സംഘടനകളുടെ സമരം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ തന്റെ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതിപ്പോൾ 36ാം ദിവസത്തിലേക്കാണ് ദല്ലേവാളിന്റെ സമരം കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബന്ദ് ഹർത്താലൊക്കെ തന്നെ ആചരിക്കുകയും ചെയ്തിരുന്നു. നിരവധി ട്രെയിനുകൾ 200-ലധികം ട്രെയിൻ സർവീസുകൾ തടയുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും ദല്ലേവാളിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പക്ഷേ ഒരു ബലപ്രയോഗത്തിലൂടെ ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പഞ്ചാബ് സർക്കാർ കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അത്തരം നടപടിയിൽ ഒരു ബലപ്രയോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കർഷകരൊക്കെ തന്നെ ഇത്തരത്തിൽ സമരവേദിയിലേക്ക് എത്തണമെന്നുള്ള ആഹ്വാനം വരെ കർഷകർ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം ഉണ്ടായാൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ചകളിലൂടെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കും പഞ്ചാബ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും സുപ്രീം കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചാബ് സർക്കാർ അവരുടെ നിലപാട്, അതായത് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരുന്നു എന്നതടക്കമുള്ള നിലപാടുകൾ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. മനു, ശരി വിഷ്ണു, ഏതായാലും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും പുതുവർഷത്തിലും നമ്മുടെ കർഷകർ, നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന, അന്നം തരുന്ന മനുഷ്യർ ഇപ്പോഴും സമരമുഖത്താണ്. അവരുടെ സങ്കടമാണ് ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഏതായാലും ഈ വർഷമെങ്കിലും ഈ ചർച്ച ആദ്യ 3-ാം തീയതി നടക്കുന്ന ചർച്ചയിലെങ്കിലും പരിഹാരത്തിലേക്ക് പോകാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സർക്കാർ അവരെ കണക്കിലെടുക്കട്ടെ. ആ മനുഷ്യർ ഒരു ദിവസം ഞങ്ങൾ പാടത്തിറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന സാറുമാരൊക്കെ പട്ടിണി കിടക്കും. അത് ഓർമ്മ വേണം എന്ന് മാത്രമേ നമുക്കതിൽ പറയാനുള്ളൂ.